നമസ്കാരം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് പാർട്ട് 4-ൻ്റെ, അതായത് നമ്മളെ ഡെയിലി മിഷൻ 2021 പാർട്ട് ഫോറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഈ 8 ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ ഒന്ന് നോക്കാം. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാത്തവർ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ പോർഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ 8 ക്വസ്റ്റ്യനിൽ ഏതാണ് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏതൊക്കെയാണോ അവരവർക്ക് ഹാർഡ് ക്വസ്റ്റ്യനായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളതായിട്ട് തോന്നിയത്, അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയേ, 66% ആൾക്കാർ ക്വസ്റ്റ്യൻ നമ്പർ 2 പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും കൺസെപ്റ്റിലുള്ള, അതായത് നമ്മുടെ 10th CBSEയുടെ കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രം വരുന്നൊരു പ്രശ്നമാണിത്. ചെയ്യുന്ന രീതിയിൽ യാതൊരു വ്യത്യാസവുമില്ല, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം കറക്റ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 47% ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതായിരുന്നു. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വെച്ചാൽ √2 + √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. സാധാരണ നമ്മൾ √2 മാത്രമായിട്ടോ അല്ലെങ്കിൽ √5 മാത്രമായിട്ടോ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. പിന്നെ √2 + 3, √2 + 7 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ രണ്ടും റൂട്ടിനകത്തുള്ളത്, √2 + √5 റൂട്ടിനകത്ത് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തന്നിട്ടില്ലായിരുന്നു. അതാണ് കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ 47% പറഞ്ഞിട്ടുണ്ട് ഹാർഡാണെന്ന്. അതൊന്നുമില്ല, അത് b² - 4ac > 0 ആകുമ്പോൾ എന്താണ് 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട്സ് അല്ലെങ്കിൽ അൺഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. b² - 4ac = 0 ആകുമ്പം 2 റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ b² - 4ac <= 0 ആകുമ്പം നോ റിയൽ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കാത്ത കൊണ്ട് വന്നൊരു പ്രശ്നമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, പ്രത്യേകിച്ച് എഴുതി സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ, അത് ശരിക്കും പറഞ്ഞാൽ 33% അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഫോർ വാട്ട് വാല്യൂ ഓഫ് n the nth terms of 2 APs are equal. അത് ടെക്സ്റ്റിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് nth term ഈക്വൽ, 2 APയുടെ nth ടേംസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് APയുടെയും സെക്കൻഡ് APയുടെയും an ഈക്വൽ ആണെന്ന് ഇട്ട് കൊടുക്കുമ്പം n ഒരു വാല്യൂ കിട്ടും. അതാണ് സംഭവം. അപ്പോൾ n 10 കിട്ടിയാൽ 2 APയുടെയും 10th ടേംസ് ഈക്വൽ, n 5 കിട്ടിയാൽ 2 APയുടെ 5ാമത്തെ ടേം ഈക്വൽ. അപ്പോൾ അത് ഡൗട്ട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാത്തതുകൊണ്ട് മാത്രം വന്നൊരു മിസ്റ്റേക്കാണത്. ആ ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 19% മാർക്ക് ചെയ്തിട്ടുള്ളൂ. 3 + 2 √5 ഇറാഷണൽ. അങ്ങനെയുള്ള ആൾക്കാർ ആ ടെക്സ്റ്റിലെ സിലബസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 സെയിം സിറ്റുവേഷൻ, അതും പോളിനോമിയൽസ് നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ട് വന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 സെയിം സിറ്റുവേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഡൗട്ട് ചോദിച്ച ആൾക്കാർ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണെന്ന് പറയാൻ പറ്റും. കാര്യം സം ഓഫ് ദ റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും തരുമ്പോൾ പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ടെക്സ്റ്റിൽ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഇപ്രാവശ്യം കട്ട് ചെയ്ത സിലബസ് വെച്ചിട്ട് വളരെ ചെറിയ ടോപ്പിക്സേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത്. അതിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണിത്. സം ഓഫ് ദ റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും തരുമ്പം എന്ത് ചെയ്യണമെന്നോ, അല്ല ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് α + βയും α βയും തരുമ്പോൾ അത് ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത് ഹാർഡായിട്ട് തോന്നിയ ആൾക്കാർ അതൊന്നും പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6 പറ്റി പറയുകയാണെങ്കിൽ, ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അല്ലെങ്കിൽ എന്ത് പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷനല്ല, പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റിനെ അല്ല. അത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. 7th സെയിം, ഫൈൻഡ് ദ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 101 and 999 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2 and 5.
അപ്പോൾ ഒരു കാര്യം ഓർത്തോളുക, ഈ ക്വസ്റ്റ്യൻ നമ്പർ 1, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4, 6, 7 ഇതൊക്കെ ഡൗട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അവർ പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്സ് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പിന്നീടത് മാർക്സ് കുറയാനും വേറെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതൊക്കെയാണ് റീസണബിൾ ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 8 വരേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 5ഉം മാത്രം റീസണബിൾ ഡൗട്ട്സ് ആണ്, കുഴപ്പമില്ല. ബാക്കിയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് ആണിത്, ഓർത്ത് വെച്ചേക്കുക. 2ഉം 5ഉം മാത്രം ഡൗട്ട് ചോദിക്കുന്നൊരു വലിയ പ്രശ്നമില്ല. ബാക്കിയുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരിക്കും വീക്ക് പോയിൻ്റ് ആണ് മാത്സിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ 2ഉം 5നും മാത്രമായിരിക്കും. കാര്യം അതാണ് ശരിക്കും ഡൗട്ട് വരേണ്ടതായിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അപ്പോൾ നോക്കുക, ആദ്യം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഫൈനൽ ആൻസേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് എല്ലാത്തിൻ്റെയും ഫൈനൽ ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8 അതിൽ പ്രൂവ് ദാറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രൂവ് ദാറ്റ് ഒക്കെ അത് കണക്ക് തന്നെ ഇട്ടേക്കുക, വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും തെറ്റിയത് P<=4 എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അപ്പം 2ഉം 5ഉം ഓക്കെ. 5ൻ്റെ ആൻസർ P<=4 എന്നുള്ളതാണ്. ഓക്കെ, എനിവേ അത് ആവശ്യമുള്ളവരത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലാത്തവർ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ശരിക്കും ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 അത് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുമില്ല. കാര്യം അത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മുടെ ഡെയിലി മിഷൻ്റെ ഡെയിലി മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിലൂടെ മാത്സിൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ടുള്ള നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോയിരിക്കും. ഡെയിലി ചെയ്യുമ്പോൾ നല്ല പ്രാക്ടീസ് ആവും, ഒരു ഇൻട്രസ്റ്റ് വരും, അതൊക്കെയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്രൂവ് ദാറ്റ് 3+2√5 ഈസ് റാഷണൽ. റാഷണൽ അല്ല കേട്ടോ, ഇറാഷണലാണ്. അപ്പോൾ ഞാൻ അത് അവിടെ എഴുതിയതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അതൊന്ന് മാറ്റിയേക്കുക. ഇവിടെ എന്താക്കുക, ഇറാഷണൽ IRR ഉണ്ട് കേട്ടോ, IRR ഇറാഷണൽ എന്ന് മാറ്റിയേക്കാം. ഞാനും ആ നോട്ട്ബുക്കിൽ പേപ്പറിലൊന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലതൊക്കെ എഴുതി വരുമ്പോൾ ചില മിസ്റ്റേക്സ് വരാറുണ്ട്. പ്രൂവ് ദാറ്റ് 3+2√5 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ എഴുതി വെക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us assume 3+2√5 ഈസ് റാഷണൽ. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തൊട്ടാണ് ആൻസർ. നമ്മൾ 3+2√5 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്, ലെറ്റ് us assume on the contrary that 3+2√5 ഈസ് റാഷണൽ. ഈ ഒരു സെൻറ്റൻസ് എഴുതിയാലും പ്രശ്നമില്ല. ഒന്നുകിൽ ലെറ്റ് us assume 3+2√5 ഈസ് റാഷണൽ എന്നോ, അല്ലെങ്കിൽ ലെറ്റ് us assume on the contrary that 3+2√5 ഈസ് റാഷണൽ എന്ന് എഴുതുക. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ 3+2√5 റാഷണൽ ആണെങ്കിൽ 3+2√5 ഈസ് ഈക്വൽ ടു A/B എന്ന് എഴുതാൻ പറ്റും. A ആൻഡ് B ആർ കോപ്പറേറ്റ് നമ്പേഴ്സ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ടോപ്പിക്കിനകത്ത്. കോപ്പറേറ്റ് മീൻസ് രണ്ട് നമ്പേഴ്സിന് കോമൺ ആയിട്ട് 1 അല്ലാത്തൊരു ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 3+2√5 A/B ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ √5നെ മാത്രം ഒരിടത്തിട്ട് ബാക്കി എല്ലാ നമ്പേഴ്സിനെയും റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ആദ്യം 3നെ അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പം A/B -3 എന്നായി. പിന്നെ ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ അത് അവിടെ കൊണ്ട് ചെല്ലുമ്പം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ബീനെ അങ്ങോട്ട് കയറ്റി മൾട്ടിപ്ലൈ, അപ്പോൾ എന്ത് കിട്ടും, A -3B ഡിവൈഡ് ബൈ ഈ 2 അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് 2. അപ്പോൾ വേറെ ഒന്നുമില്ല, √5 മാത്രം ഒരിടത്ത് വരും, റൈറ്റ് സൈഡിൽ A -3B/2. ഇത് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ എയും ബിയും എല്ലാം ഇൻഡിജേഴ്സാണ്. എയും ബിയും -3യും 2 എല്ലാം എന്താണ്, ഇൻഡിജേഴ്സാണ്. സോ തീർച്ചയായിട്ടും ഈ A -3B/2 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതിൻ്റെ ആൻസർ അത് എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഒരു ഇക്വേഷൻ, ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് റാഷണൽ കിട്ടുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡും റാഷണൽ തന്നെ കിട്ടണം. ബട്ട് ഇതെന്താണ്, നമുക്കറിയാം √5 ഇറാഷണൽ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് √2 ഇറാഷണൽ, √3 ഇറാഷണൽ, √5 ഇറാഷണൽ. ഇതൊക്കെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ 3+2√5 അല്ലെങ്കിൽ 3-2√5, 3+3√7 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വീണ്ടും ഈ √5 ഇറാഷണൽ ആണെന്നുള്ള പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് പറഞ്ഞാൽ മതി. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് റാഷണൽ ആകുമ്പം ലെഫ്റ്റ് സൈഡ് എന്താകണം, റാഷണൽ ആണ്.
ബട്ട് നമുക്കറിയാം √5 എന്താണ്, ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് വന്നത്? ഒരു ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ റാഷണലും ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇറാഷണൽ നമ്പറും എന്തുകൊണ്ടാണ് വന്നത്? അത് നമ്മൾ എടുത്ത അസംഷൻ തെറ്റായതുകൊണ്ടാണ്. നമ്മളെടുത്ത അസംഷൻ എന്താണ്? 3 + 2√5 എന്താണെന്ന്? റാഷണലാണെന്ന്. സോ നമ്മൾ പറയണം നമ്മുടെ അസംഷൻ തെറ്റാണ്, 3 + 2√5 ഇറാഷണലാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഭംഗിയായിട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇവിടം വരെ എത്തിച്ചേർന്നിട്ട് പറയണം a - 3b/2 ഈസ് റാഷണൽ ബിക്കോസ് a ആൻഡ് b ആർ എന്ത് ഇൻഡിജേഴ്സ്, ദെർഫോർ a - 3b/2 ഈസ് റാഷണൽ. ഇതൊക്കെ വൃത്തിയായിട്ട് എഴുതണേ. അങ്ങനെ വരുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ്, ഇംപ്ലൈസിൻ്റെ ചിഹ്നമാണ് ഈ കിടക്കുന്നത്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഈ റൈറ്റ് സൈഡ് റാഷണൽ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് √5ഉം എന്താകണം? റാഷണൽ ആകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എന്തല്ല. അപ്പോൾ അതിങ്ങനെ എഴുതണം, ദിസ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് റാഷണൽ. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് റാഷണൽ ആകുകയും ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി റാഷണൽ ആകണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാൻ പറ്റും എന്താണ്, ദിസ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 എന്താണ്? ഇറാഷണലാണ്. സോ അങ്ങനെ ഒരു സൈഡിൽ റാഷണലും ഒരു സൈഡ് ഇറാഷണലും ഒരു ഇക്വേഷൻ്റെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെടുത്ത അസംഷൻ തെറ്റായതുകൊണ്ടാണ്. സോ അവർ അസംഷൻ ഈസ് ഇൻകറക്റ്റ്, ഹെൻസ് 3 + 2√5 ഈസ് ഇറാഷണൽ നമ്പർ. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ പല രീതിയിൽ ഇത് എഴുതുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന ഓരോ ഫാക്കൽറ്റീസിൻ്റെ രീതി അനുസരിച്ച് ആ ഒരു രീതിയിൽ എഴുതി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റിനകത്ത് ഞാൻ എഴുതിയതിൽ 3 + 2√5 ഈസ് ഇറാഷണൽ എന്ന് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പം അസ്യൂം ചെയ്യണം 3 + 2√5 റാഷണൽ ആണെന്ന്. എന്നിട്ട് അതിനെ a/b എന്നിട്ട് കൊടുക്കണം. എയും ബിയും കോപ്രൈം നമ്പേഴ്സ് എന്നിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ √5നെ മാത്രം ഓരോരുത്തരിട്ട് ബാക്കി എല്ലാത്തിനും അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? എയും ബിയും ഉണ്ട്. സിൻസ് എ ആൻഡ്, എല്ലാ ക്വസ്റ്റിനും ഇത് തന്നെ, സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിജേഴ്സ്. ആ റൈറ്റ് സൈഡിൽ വരുന്ന എന്താണോ, എല്ലാ ക്വസ്റ്റിനും ഇത് എഴുതി വെക്കരുത്. ആ റൈറ്റ് സൈഡിൽ എന്ത് വരുന്നതാണോ, റൈറ്റ് സൈഡിൽ എന്താണോ വരുന്നത് അത് എന്തായിരിക്കും? റാഷണൽ. സോ എയും ബിയും ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് a - 3b/2 ഈസ് റാഷണൽ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് √5 ഈസ് റാഷണൽ. ഈ റൈറ്റ് സൈഡ് റാഷണൽ ആകുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് റാഷണൽ ആകുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ആണോ? അല്ല. സോ ദിസ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് റാഷണൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു സെൻറ്റൻസ് എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് വി നോ ദാറ്റ് √5 ഈസ് ഇറാഷണൽ. ഓക്കെ, ദെർഫോർ ദിസ് കോൺട്രഡിക്ഷൻ എറൈസ് ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംഷൻ. ഈ ഒരു എതിരഭിപ്രായം വന്ന് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇൻകറക്റ്റ് അസംഷൻ കൊണ്ടാണ്. സോ അവർ അസംഷൻ ഈസ് റോങ്, ഹെൻസ് 3 + 2√5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇത്രയെങ്കിലും വൃത്തിയായിട്ട് എഴുതി വെക്കണം. അല്ലാതെ ചില ആൾക്കാർ ഇതിൻ്റെ അവസാനം കൊണ്ട് ഒപ്പിച്ച് വെക്കുന്നത് കണ്ടിട്ട് ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടിയാണത്. അത് ചെയ്യാതിരിക്കുക. ഒരു പ്രൂഫെങ്കിലും വൃത്തിയായിട്ട് പഠിക്കുവാണെങ്കിൽ എല്ലാ ക്വസ്റ്റിനും അത് എഴുതാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് അടിയിൽ കൊണ്ടുവന്ന് തട്ടിക്കൂട്ടാതിരിക്കുക. അങ്ങനെ കുറേ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടഫായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതലായിട്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, കുറേ കാൽക്കുലേഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. ഇത്രയും കാൽക്കുലേഷൻസിൻ്റെ ആവശ്യമില്ല, പക്ഷേ അങ്ങനെ എഴുതിയേക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു കേസിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരുപാടായി സ്റ്റെപ്സ് കൂടുതൽ വന്നെന്നുള്ള പരാതികളൊന്നും പറയാതിരിക്കാം. ഓക്കെ, ഇതാണ് പ്രൂവ് ദാറ്റ് √2 + √5 ഈസ് റാഷണൽ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് സ്റ്റെപ്സ് ചുരുക്കേണ്ടവർക്ക് ചുരുക്കാം. അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അപ്പം പഴയ ക്വസ്റ്റ്യൻ ചെയ്ത് കണക്ക് ഇവിടെയും ഞാൻ റാഷണൽ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെയും ഞാൻ റാഷണൽ എന്നാണ് എഴുതിയേക്കുന്നത്. അത് ഞാനങ്ങ് വിട്ടുവാണ്. ഇവിടെ എന്താക്കണം? നമ്മൾ ഇറാഷണൽ എന്നാക്കണം. അപ്പം എന്താണ് എഴുതാനുള്ളത്? പ്രൂവ് ചെയ്യാനുള്ളത് √2 + √5 ഈസ് എന്ത്? ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് തെറ്റിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ലെറ്റ് us assume ഓൺ ദ കോൺട്രറി ദാറ്റ് √2 + √5 ഈസ് എ റാഷണൽ നമ്പർ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അങ്ങനെ √2 + √5 റാഷണൽ ആണെങ്കിൽ അതിനെ a/b എന്ന് എഴുതാം. a ആൻഡ് b ആർ കോപ്പറേറ്റ് നമ്പേഴ്സ് മുമ്പ് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. പിന്നെന്താണ് ഇവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ചെയ്തത് റൂട്ടുള്ള നമ്പറിന് ലെഫ്റ്റ് ഇട്ടിട്ട് ബാക്കി എല്ലാത്തിനെയും റൈറ്റ് കൊണ്ടുപോവാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ, ഞാനിപ്പോൾ √5 ലെഫ്റ്റ് ഇട്ടിട്ട് ഈ √2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്ത്? √5 = a/b - 2. എന്നിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത കണക്ക് അല്ല, മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എന്തിനാ? ഈ √5ൻ്റെ റൂട്ട് പോകാനായിട്ട് സ്ക്വയർ ചെയ്യുമ്പം √5ൻ്റെ സ്ക്വയർ 5, ഇപ്പുറത്ത് a/b - √2 എന്നുള്ളത് a - b² വഴി എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ്?
ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ √2ൻ്റെ സ്ക്വയർ 2 അങ്ങനെ വരുന്നു. 2 എങ്ങനെ വരുന്നു എന്നൊക്കെ ആലോചിച്ചിരിക്കരുത്. -2ab. ഇപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ -2ab. അപ്പോൾ അങ്ങനെ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഈ √2 മാത്രം ഒരിടത്ത് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, √2 + √5 = a/b എന്ന് എഴുതി. അവിടെ 2 റൂട്ടുണ്ട് അല്ലേ, 2 പേര് റൂട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ മതി. മനസ്സിലായി? പ്രൂവ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ √2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പം √5ൻ്റെ 5 പോവും, √5ൻ്റെ സ്ക്വയർ പോവും. മറ്റത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു √2 അവിടെ കിടക്കും. ഈ √2 മാത്രം ഒരിടത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനായിട്ട് a²/b² ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ -a²/b², ഈ +2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തുവാ ഇത്. അപ്പോൾ ഈ 2 നമ്പേഴ്സിനെ ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവരും. എന്നിട്ട് 5 - 2 3 എന്ന് എഴുതും, a²/b² അങ്ങനെ എഴുതും. എന്നിട്ട് ഇതിനെ -2 × a/b √2 എന്നുള്ളത് -2 √2 a/b എന്നാക്കും. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്യുക. എൻ്റെ കൂടെ ചെയ്തു വരിക, അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എന്താണ് ഇതിനകത്ത് വേണ്ടത് നോക്കി, ഈ √2നെയാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ആ ടേം നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ട്. ആ ഫുൾ ടേമിനെ ലെഫ്റ്റും ഈ ഫുൾ ടേമിനെ ഞാൻ റൈറ്റും കൊണ്ടുപോകും. √2നെ എനിക്ക് ലെഫ്റ്റിൽ വേണം. സോ ഞാൻ ഈ -2 √2 a/b ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ 2 √2 a/b എന്നാവും. ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ സൈൻ മാറും. അപ്പം -a²/b² പ്ലസ്സും ആവും, +3 എന്താവും മൈനസും ആവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടെന്ന് കരുതുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഇവിടെ നോക്കി, എനിക്ക് ഇതാണ്ട് ഈ √2 മതി. ഇവന്മാരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണം. 2നെയും a/bനെയും എല്ലാം എനിക്ക് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ b² അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, a² - 3b²/a² എന്നാക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഇതാ നോക്കിയേ, ഇവിടെ √2ൻ്റെ കൂടെ എന്തൊക്കെയുള്ളത്, 2 ഉണ്ട്, a/b ഉണ്ട്. ഇത് അപ്പുറത്ത് പോകുമ്പം b/2a ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച്, 2 ഉണ്ട്, a/b ഉണ്ട്. അപ്പോൾ b അപ്പുറത്ത് പോയി മൾട്ടിപ്ലൈ ചെയ്യും, 2 × a അപ്പുറത്ത് പോയി ഡിവൈഡ് ചെയ്യും. അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതാ നോക്കി, ഈ ബി അപ്പുറത്ത് പോയി മൾട്ടിപ്ലൈ ചെയ്തു, 2 × a അപ്പുറത്ത് നിന്ന് എന്ത് ഡിവൈഡ് ചെയ്തു. അതിന് അപ്പുറത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പുറത്തെ സെക്ഷനിൽ വന്നു. അപ്പുറത്തെ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് √2 മാത്രം ഒരിടത്തായി, മറ്റേ എല്ലാം എന്തായി റൈറ്റ് സൈഡിൽ വന്നു. ഇനി നോക്കി, എനിക്കിതാ ഈ ബിയും കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പെൻ ഓപ്ഷൻ, ഈ ബിയും ഇവിടുത്തെ b² കൂടെ കട്ടാവും. അപ്പം a² - 3b²/2a 2a × b 2ab എന്ന് വരും. ഇനി വളരെ കാര്യങ്ങൾ ഈസിയാണ്. നോക്കി, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം പഴയത് മുമ്പ് ചെയ്ത് കണക്കന്നെ. അതാ നോക്കേ, സിൻസ് a and b are integers, ഇതിനകത്ത് സിൻസ് a and b are integers നമുക്ക് പറയാൻ പറ്റും a² - 3b²/2ab ഈസ് എ റാഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ √2 എന്താവും, റാഷണൽ ആവും. ദാറ്റ് ഇംപ്ലൈസ് √2 ഈസ് എ റാഷണൽ നമ്പർ. അതായത് അങ്ങനെ ആകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ഇംപ്ലൈസ് മീൻസ് അങ്ങനെ ആയിത്തീരുന്നു. അതായത് a² - 3b²/2ab റാഷണൽ ആകുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് √2ഉം എന്താവുന്നു, റാഷണൽ ആകുന്നു, ഇംപ്ലൈസ്. ബട്ട് നമുക്കറിയാം ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് എന്താണ് സത്യം, √2 എന്താ, ഇറാഷണൽ നമ്പറാണ്. സോ ഈ റൈറ്റ് സൈഡ് റാഷണൽ ആകുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡും റാഷണൽ ആകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇംപ്ലൈസും ഉണ്ട്. പക്ഷെ നമുക്കറിയാം √2 ഇറാഷണൽ ആണെന്ന്. സോ ഇവിടെ റാഷണൽ, ഇവിടെ ഇറാഷണൽ. സോ ദിസ് കോൺട്രഡിക്ഷൻ അറൈസ് ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. സോ അവർ അസംഷൻ ഈസ് റോങ്, ഹെൻസ് 2+ നമ്മുടെ അസംഷൻ റോങ് ആയത് എന്തുകൊണ്ടാണ്, √2 + √5 ഈസ് എന്തുവാ, ഈ റാഷണൽ നമ്മൾ എടുത്തത് കൊണ്ടാണ് അസംഷൻ റോങ് ആയത്. അതാണ് നമ്മുടെ അസംഷൻ, അത് റോങ് ആയി. ദെർഫോർ നമുക്ക് പറയാൻ പറ്റും √2 + √5 എന്ത് തന്നെയാണ്, ഇറാഷണൽ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം √2 + √5 റാഷണൽ എന്ന് എടുത്തു, ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. മനസ്സിലായോ? നമുക്ക് യോജിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം നമുക്ക് പറയാം നമ്മൾ എടുത്തത് തെറ്റാണ്, നമ്മൾ അസംഷൻ തെറ്റാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു, √2 + √5 ഈസ് റാഷണൽ. പക്ഷെ നമുക്ക് പിന്നീട് ഇപ്പോൾ പറയാൻ പറ്റും, ദെർഫോർ നമുക്ക് പറയാൻ പറ്റും √2 + √5 ഈസ് ഇറാഷണൽ. ഓക്കെ, അപ്പോൾ ഈ അവസാനം കൊണ്ടുവന്ന് ഗ്യാസ് കയറ്റി വെക്കരുത്. ഈ പോർഷനകത്ത് നല്ലപോലെ പഠിച്ചിട്ട് എഴുതുക. ഓക്കെ, അത് നല്ലപോലെ നോക്കുന്നൊരു സെക്ഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൾക്കാർ പലരും തെറ്റിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനാണ്. √2 + √5 ഇങ്ങനെ 2 റൂട്ടുള്ള സംഭവങ്ങൾ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വന്നാൽ വേറെ മെത്തേഡ്സ് ഉണ്ടാകും. എനിവേ ഇത് ശ്രദ്ധിക്കാം.
എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു റൂട്ടിനെ ലെഫ്റ്റ് ഇട്ടിട്ട് മറ്റേനെ അപ്പുറത്ത് കൊണ്ടുപോകുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോവും, മറ്റതിനെ a-b വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്തൊരു റൂട്ടുള്ള നമ്പർ ഉണ്ടാവും, അതിനെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാത്തിനെയും അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുക. അത് ഈ മെത്തേഡിൽ തന്നെ കൊണ്ടുപോയാൽ വലിയ ഉപകാരം. അതിനുശേഷം പറയണം എയും ബിയും ഇത്രയേ ഉള്ളൂ. എയും ബിയും ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ കിടക്കുന്നത് റാഷണൽ നമ്പറാണ്. ദെയർഫോർ ലെഫ്റ്റ് സൈഡിലുള്ള റൂട്ട് 2 അല്ലെങ്കിൽ ആ റൂട്ട് വരുന്ന നമ്പർ റാഷണൽ നമ്പർ ആകുന്നു. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ബട്ട് വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് ആ റൂട്ടിനകത്തുള്ള നമ്പർ ഈസ് ഇറാഷണൽ. സോ അവർ അസംഷൻ ഈസ് റോങ്. ഹെൻസ് റൂട്ട് 2 + √5 അല്ലെങ്കിൽ ആ നമ്പർ ഈസ് ഇറാഷണൽ നമ്പർ. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളൊരു വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. അത് ഡൗട്ട് ചോദിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടത്. കുറേ ആൾക്കാർ അതും ചോദിച്ചിട്ടുണ്ട്. നോക്കാം എന്താണ്. ഇഫ് ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ശ്രദ്ധിക്കുക. ഇഫ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സീറോസ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോയി. അതായത് സം ഓഫ് എന്താണ്, സ്ക്വയേഴ്സ് ഓഫ് സീറോസ്. സമ്മാണ്, കൂട്ടണം എന്തിൻ്റെ, സ്ക്വയേഴ്സ് ഓഫ് സീറോസ്. അതായത് സീറോസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യണം. അതാണ് എത്രയും തന്നേക്കുന്നത്, 40. സോ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഇതാ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഈസ് 40 മീൻസ് ഇതാണ് 40. അതായത് റൂട്ട്സിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് 40 കിട്ടുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇവിടെ നോക്കാം. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് ഓഫ് ദ പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയൽ ഇക്വേഷൻ എഴുതി. ഞാൻ എയും ബിയും സിയും എഴുതി. ഇനി പഴയത് കണക്ക് തന്നെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുന്നു. ആൽഫ പ്ലസ് ബീറ്റ എന്തുവാ, -b/a, അതായത് 8 കിട്ടും. ആൽഫ ബീറ്റ c/a, ദാറ്റ് ഈസ് k/1k. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകത്തുള്ളൂ. മനസ്സിലായി, ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. ഇത് റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അറിയാമല്ലോ. ഇനി നമുക്ക് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ = 40. ഇത് എഴുതാൻ അറിഞ്ഞിടാത്തവർ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നോക്കുക, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇനി ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ? അതെങ്ങനെയാണ് കിട്ടുന്നത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടുന്നത് a + b ദ ഹോൾ സ്ക്വയറിൽ നിന്നോ അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൽ നിന്നോ. അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഈ സംഭവം കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നോക്കുക, നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എവിടെ നിന്ന് വരുന്നതാണ്, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷനകത്താണ്. അത് അങ്ങോട്ട് എഴുതുന്നു. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ = ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. എന്നിട്ട് ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചു, 8 ഇതാ എടുത്തെഴുതി. ആൽഫ ബീറ്റ k ഇതാ ഇവിടെ എടുത്തെഴുതി. ഇത് തന്നിരിക്കുന്നത് 40 കൊടുത്തു. വേറൊന്നുമില്ല, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 8 സ്ക്വയർ 64, 40 ഇപ്പുറത്ത് വരുമ്പോൾ -40, പിന്നെ 24, 64 - 40 എത്ര, 24 = 2k, k = 2. പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. അതും മീഡിയം കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം ഞാനതൊന്ന് വായിക്കാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്തോ ഈച്ച് വിത്ത് ഓരോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് ഗിവൺ നമ്പേഴ്സ് ആസ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ്. ഓക്കെ, കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള തന്നിരിക്കുന്നത് സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്, അല്ലാതെ സീറോസ് അല്ല. സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും. സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പം ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. മനസ്സിലാവുന്നുണ്ടോ? സോ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 1/4 -1. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ചാടി കയറി ഇത് റൂട്ട്സ് ആണെന്ന് പറയരുത്, ആൽഫയും ബീറ്റയും ആണെന്ന് പറയരുത്. അവർ തന്നിട്ടുണ്ട് ഗിവൺ നമ്പേഴ്സ് ആസ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഇത് കണക്ക് മാർക്ക് ചെയ്യാം. സോ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് സീറോസ് ആണെന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ. -1 എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ് ആൽഫ ബീറ്റ. അത് സംശയം വരേണ്ട ആവശ്യമില്ല, കാര്യം അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ നമ്പേഴ്സ് ആർ സം. ഫസ്റ്റിലേ പറഞ്ഞിരിക്കുന്ന സം. സോ ഫസ്റ്റിലുള്ളത് സം, പിന്നെ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് രണ്ടാമത്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് സമ്മും പ്രൊഡക്റ്റും ആണ്. പിന്നെ ചില ക്വസ്റ്റിന് സീറോസ് എന്ന് പറഞ്ഞാൽ തന്നെ തരുകയും ചെയ്യും. വെറും സീറോസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിനെ നമുക്ക് ആൽഫ എന്നും മറ്റേതിനെ എന്തെന്ന് എടുക്കാം, ബീറ്റയും. പക്ഷേ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയാണ് തന്നിരിക്കുന്നത്. ഓക്കെ,
ഇനി ഏത് ഒരാൾക്കും അറിയാവുന്നൊരു കേസാണ്. പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പം ഇത് പഠിച്ചില്ലെങ്കിൽ പിന്നെ പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ ഇല്ല. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. അപ്പോൾ അറിഞ്ഞൂടത്തുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചോ. അപ്പോൾ എക്സ് സ്ക്വയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ചിലർ ഇങ്ങനെ ആയിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ ആണ് സം ഓഫ് ദ റൂട്ട്സ്, ആൽഫ ബീറ്റ ആണ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട് കണ്ട് 1/4, സം ഓഫ് ദ റൂട്ട്സ് 1/4, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എത്ര -1, അങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1/4x -1. ഓക്കെ, ഈ സെയിം രീതിയിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കാം. അതായത് ഈ 0 എന്ന് പറഞ്ഞാൽ എത്ര, ആൽഫ പ്ലസ് ബീറ്റയും ഇതെന്ന് പറഞ്ഞാൽ √5 എന്ന് വെച്ചാൽ എത്ര, ആൽഫ ബീറ്റ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 0x പ്ലസ് √2 എന്ന് വരും. അപ്പോൾ 0x എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് √5 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹാർഡാണെന്ന് എല്ലാവരും പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ശ്രദ്ധിക്കുക. അതായത് ഇവർ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 4 പ്ലസ് = 0 ഹാസ് റിയൽ റൂട്ട്സ്. എല്ലാവരും ഒരു റെഡിങ് വെച്ച് എന്തെങ്കിലും ബോക്സ് വെച്ച് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ പെന്ന് വെച്ച് അണ്ടർലൈൻ ചെയ്ത് ബോക്സ് ഇട്ടേക്കാം. അതായത് ഈ ഇക്വേഷന് റിയൽ റൂട്ട്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായ? എല്ലാവരും ചാടി കയറി ഈ 0 റൂട്ട്സ് എന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നോക്കാം, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. റിമെമ്പർ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. b² - 4ac = 0 ആണെങ്കിൽ അപ്പോഴും റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ്. എല്ലാവരും ഇതാന്ന് വിചാരിച്ചാൽ ഇരിക്കുന്നത്, അതാണ് പ്രശ്നം. b² - 4ac <0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. അപ്പോൾ അത് വിട്ടേരെ. അപ്പോൾ റിയൽ റൂട്ട്സ്, അപ്പോൾ റിയൽ റൂട്ട്സിൻ്റെ കേസ് 2 ഉണ്ട്. b² - 4ac ഗ്രേറ്റർ ദാൻ 0യിലും b² - 4ac = 0യിലും റിയൽ റൂട്ട്സ് ആണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഇത് രണ്ടും എടുക്കണം. സോ വി ക്യാൻ കൺസിഡർ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ഓർ b² - 4ac = 0. ഇത് രണ്ടും എടുക്കണം. അതിന് പകരം b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ പോരെ. മനസ്സിലായി? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. b² - 4ac ഗ്രേറ്റർ ദാൻ 0 എടുക്കാം, b² - 4ac = 0 എടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്താൽ മതി. എന്നിട്ട് വേറൊന്നുമില്ല, ഈ ഇക്വേഷനിലേക്ക് നോക്കേ. എന്താണ് x ഇൻറ്റു x - 4 പ്ലസ് p = 0, x² - 4x പ്ലസ് p = 0. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിക്കണം. എന്നിട്ട് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നിട്ട് കൊടുത്താൽ മതി. അപ്പം a - 1 b - 4 cp, b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ ചെയ്യുമ്പോൾ 16 - 4p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇൻഇക്വാലിറ്റീസ്. അപ്പം 10th ICCയുടെ ചാപ്റ്ററിലാണെങ്കിൽ 10th ICCയുടെ പോർഷൻസിലാണെങ്കിൽ ഇൻഇക്വാലിറ്റീസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ CBSE കാര്യത്തിൽ മുന്നേ പഠിക്കുന്നതാണ്. ഒരു ഇൻഇക്വാലിറ്റി എങ്ങനെയാണ്, ഇൻഇക്വാലിറ്റീനെ നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ മാറും എന്നൊക്കെ ഉള്ളത്, ഇൻഇക്വാലിറ്റി സൈൻ മാറും എന്നുള്ളതൊക്കെ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്റ്റെപ്സ് അത് ഫോളോ ചെയ്യുക, അറിഞ്ഞൂടാതെ ചുമ്മാ ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പോൾ 16 - 4p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ -4p അപ്പുറത്ത് പോകുമ്പം +4p, സൈൻ മാറുന്നില്ല, വേറെ പ്രശ്നമില്ല. സൈനല്ല, ഇൻഇക്വാലിറ്റി സൈൻ മാറുന്നില്ല, വേറെ പ്രശ്നമില്ല. പിന്നെ ഈ 4 ഇപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യുന്നു. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p എന്നാണ് വരുന്നത്. അതിനെ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സൈൻ 4ൻ്റെ അടുത്തോട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അത് തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് വരണം. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p ഈസ് ഈക്വൽ ടു p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ, p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് find the value of p, this quadratic equation has real roots. അപ്പോൾ റിയൽ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ റൂട്ട്സ് എന്ന് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം, ഈക്വൽ റൂട്ട്സ് എന്ന് മാത്രം കേൾക്കുവാണെങ്കിൽ നിങ്ങൾ b² - 4ac = 0 എന്ന് മാത്രം ഇട്ടാൽ മതി. അതല്ല, റിയൽ റൂട്ട്സ് എന്ന് പറയുവാണെങ്കിൽ ഇവരെ രണ്ടുപേരെ എടുക്കണം. റിയൽ റൂട്ട്സ് ഇവർ രണ്ടുപേരെ എടുക്കണം. ഗ്രേറ്റർ ദാൻ 0 എടുക്കണം, ഈക്വൽ ടു 0 എടുക്കണം. ഒരുമിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് ആ എയുടെയും ബിയുടെയും വാല്യൂ എല്ലാം എടുത്തിട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ തെറ്റിക്കായിരുന്നാൽ മതി ചെയ്യുമ്പോൾ. മനസ്സിലായോ? പിന്നെ ഇതൊക്കെ തന്നെ ഈ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p തന്നെയാണ് p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇനിയിപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരാൻ മനസ്സിലായല്ലോ. b² റിയൽ റൂട്ട്സ് എന്നും പറയാം, ഈക്വൽ റൂട്ട്സ് എന്നും പറയാൻ പറ്റും, റിയൽ റൂട്ട്സ് എന്നും പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? അത് തെറ്റിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് വളരെ കുറച്ച് ആൾക്കാർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോ അല്ലെങ്കിൽ വെറുതെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോൾ ചെയ്തപ്പം എന്തൊക്കെ എടുത്ത് ചുമ്മാ കുത്തി വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ.
നേച്ചർ ഓഫ് ഫ്രൂട്ട്സ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഓടിച്ചങ്ങ് പറയുവാണ്. ഇതിൽ എ കണ്ടുപിടിക്കുക, എ റൂട്ട് ടു, ബി എന്താണ് -3/√2, സി എന്താണ് 1/√2. നേച്ചർ ഓഫ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ b² - 4ac എന്തുവാന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം therefore b² - 4ac കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് 1/2 > 0, 1/2 സോറി അങ്ങനെയല്ല, b² - 4ac കണ്ടുപിടിക്കുമ്പോൾ 9 - 8/2, 9 - 8/2 എത്ര വരും? 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അറിയാമല്ല, 0.5 എന്ന് പറഞ്ഞാൽ 0-നേക്കാളും വലുതാണ്. അപ്പോൾ പൊട്ടത്തരം ചെയ്ത് വെക്കരുത്. 1/2 എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും 0-നേക്കാളും ചെറുതാണ്. അങ്ങനെയല്ല, 1/2 ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ 1/2 = 0.5. അത് 0-നേക്കാളും വലുതാണ്. therefore b² - 4ac > 0 ആയതുകൊണ്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്, അല്ലെങ്കിൽ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നുള്ളത്. ഓക്കെ, മറന്നു മതി. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല അതിന്. 7th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതിനകത്ത് ആൾക്കാർ രണ്ടൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് എന്താണ് 7th ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 101 ആൻഡ് 999 വിച്ച് ആർ ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 5. അതായത് 101-നും 999-നും ഇടയ്ക്ക് 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ആ 101-നും 999-നും ഇടയ്ക്ക് 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എഴുതി അങ്ങ് വെക്കണം. ആ നമ്പേഴ്സ് ഒരു AP ആവും. എന്നിട്ട് APയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കേ, 101-നും 999-നും ഇടയ്ക്കാണ്. 101 കഴിഞ്ഞാൽ പിന്നെ 102 എടുക്കാം, പക്ഷെ അത് 2 കൊണ്ട് ഡിവൈഡ് ആവത്തുള്ളൂ, 5 കൊണ്ട് പറ്റത്തില്ല. എന്നാൽ 105 എടുക്കാൻ നോക്കിയാൽ 5 കൊണ്ട് ഡിവൈഡ് ആവും, എന്തുകൊണ്ട് പറ്റത്തില്ല? ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ് ചെയ്തപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടാതെ പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. ആർക്കെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോർവേഡ് അടിച്ച് കളഞ്ഞാൽ മതി. എനിക്കൊരു ഡൗട്ട്, ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 101 and 999 വിച്ച് ആർ ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 10. ഓക്കെ, അപ്പോൾ 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആവുന്ന 101-നും 100 and 999 ഇടയ്ക്കുള്ള ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2-ൻ്റെയും 5-ൻ്റെയും LCM എന്തെടുക്കണം? നമ്മൾ 10 എടുക്കണം. സോ 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10, 20, 30, 40, അങ്ങനെ കുറേ നമ്പർ. അങ്ങനെ വരുമ്പം 80, 90, 100, 110, 120 അങ്ങനെ പോകും. അപ്പം 100 കഴിഞ്ഞാൽ പിന്നെ 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 110, 120, 130 അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് വരുമ്പം 999 വരുമ്പം 990 വരെ വരത്തുള്ളൂ. ഓക്കെ, ഈ 990 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ AP ഫോമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാസ്റ്റ് ടൈമിനെ ഇങ്ങോട്ട് എടുക്കാം. an = a + n - 1 × d = 990 എന്ന് എഴുതാം. അതിനകത്ത് നിന്ന് n കിട്ടും 89. ഓക്കെ, അപ്പോൾ ഇനി സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് പോസ് ചെയ്ത് വെക്കും. പോസ് ചെയ്ത് വെച്ചിട്ടാണ് എന്തെങ്കിലും നോക്കുകയൊക്കെ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ പിന്നീട് അത് പോസ് മാറ്റാതെ അങ്ങ് സംസാരിച്ചു. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എനിവേ, കിട്ടാത്തവരുണ്ടെങ്കിൽ അത് പിന്നീട് പറഞ്ഞാൽ മതി. അടുത്ത സെക്ഷനിലാണ് ഞാൻ ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് മതി, അല്ലെങ്കിൽ ഇത് കുറേ തവണ ആയിപ്പോവും. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ 8th ക്വസ്റ്റ്യൻ. കുറേ ആൾക്കാർ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അവർ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ബിക്കോസ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കേ, ഫോർ വാട്ട് വാല്യൂ ഓഫ് n. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. nth ടേംസ് ഓഫ് 2 AP ആർ ഈക്വൽ. അപ്പം നമുക്ക് എന്തറിയണം? 2 APയുടെ nth ടേം ഈക്വൽ ആകണം. സോ അപ്പോൾ APs എടുത്ത് എഴുതണം. അതാ ഇതൊരു AP എടുത്തെഴുതി. ഞാൻ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ടേമിന് AN എന്ന് കൊടുത്തു. ഈ അടുത്ത AP എടുത്തെഴുതി, അതിൻ്റെ ലാസ്റ്റ് ടേം AN എന്ന് എഴുതി. സോ ഇവർ പറഞ്ഞിട്ടുണ്ട് ഫോർ വാട്ട് വാല്യൂ ഓഫ് n എന്ത് വാല്യൂ വരുമ്പോൾ ഈ 2 APയുടെയും nth ടേം ഈക്വൽ ആവും. അപ്പോൾ അതാണ്ടത് ഇങ്ങനെ കൊടുക്കാം. 2 APയുടെയും nth ടേംസ് എന്താണ്? ഈക്വൽ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങളിങ്ങനെ കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യമൊക്കെ എഴുതി നോക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ നോക്കേ, ഈ 2 APയുടെ nth ടേം ഈക്വൽ ആകുവാണെങ്കിൽ അവിടെ n-ന് എന്ത് വാല്യൂ വരും എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, ഈ ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന ഈ APയുടെ AN എഴുതുക. AN = a + n - 1 × d. ഈ AN കണ്ടുപിടിച്ചേക്കുവാണ്. AN = a + n - 1 × d. A കൊടുക്കും 63 + n - 1 × dക്ക് ഞാൻ എന്ത് കൊടുക്കും? 2 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ APയുടെ nth ടേം നമ്മൾ എന്ത് ചെയ്യും?
കണ്ടുപിടിക്കും അല്ലേ. ഈ എ പിയുടെ nth ടൈം എ എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 61 + 2n അറിയാമല്ലോ. ഈ എ കൊടുക്കുക, ഡിഫറൻസ് അറിയാമല്ലോ. 65 - 63 എത്ര വരുന്നത്? 2 അല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാം, മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 61 + 2n. അടുത്ത കേസിൽ ഈ എ പിയുടെ എൻ എന്ന് പറഞ്ഞാൽ a+n-1 എയ്ക്ക് പകരം 3 കൊടുക്കണം. ഡി ശ്രദ്ധിച്ചോണം, 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 7 വരുന്നത്, 7 ഇട്ട് കൊടുത്തു ഡി. അപ്പോഴത്തേക്ക് 7n - 4 ചുരുക്കണം കേട്ടോ കുറച്ച്, ചുമ്മാ ഇതേണക്കം ഇട്ട് വെച്ചേക്കരുത്. 3 + n-1 × 7 എന്ന് പറഞ്ഞ് ഇട്ട് വെച്ചേക്കരുത്. അപ്പം ഇതെല്ലാം കൂടെ ചെയ്യണം. അപ്പോൾ 7n ഈ -7 3 കൂടെ -4. ഓക്കെ. അപ്പോൾ നോക്കേ, ആദ്യത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഈ രണ്ട് എ പിയുടെ എ എൻസ് ഈക്വൽ ആണ്. ഇതിൻ്റെ എ എൻ ആണ് ഏത്? ഇക്വേഷൻ നമ്പർ 1. ഇതിൻ്റെ എ എൻ ആണ് ഇക്വേഷൻ നമ്പർ 2. ഇവർ തമ്മിൽ ഈക്വൽ ആയേ പറ്റൂ. ഇക്വേഷൻ 1 = ഇക്വേഷൻ 2 ഗിവൺ ദാറ്റ് ബോത്ത് എ എൻസ് ആർ ഈക്വൽ. സോ 6 + 2n = 7n - 4. അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ n-ന് 3 കിട്ടും. സോ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. n-ന് 13 വരുമ്പോൾ, അതായത് ഇങ്ങനെ പോകുന്ന രണ്ട് എ പിയുടെയും 13ാമത്തെ ടേംസ് ഈക്വലാണ്. സോ 13th ടേംസ് ഓഫ് ബോത്ത് എ പീസ് ആർ ഈക്വൽ. സോ A13, ഇവിടുത്തെ A13ഉം ഇവിടുത്തെ A13ഉം ഈക്വലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പാടാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇനിയെങ്കിലും ഒന്ന് പോയി നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പിന്നെ ഇത് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് നാണിക്കേണ്ടിയിരിക്കുന്നു. എനിക്കതിന് അതല്ലാതെ വേറൊന്നും പറയാനില്ല. കാര്യം ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഹാർഡായിട്ട് നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ക്വസ്റ്റ്യൻ നമ്പർ 5ഉം ക്വസ്റ്റ്യൻ നമ്പർ 8ഉം. ക്വസ്റ്റ്യൻ നമ്പർ 2 അറിയാമല്ലോ, അതെ ഏതാണ്? √2 + √5 ഇറാഷണൽ. അത് ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന്, അത് നോക്കി പഠിച്ചേക്കാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ റിയൽ റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ റിയൽ റൂട്ട്സ് എന്ന് മാത്രം തരുവാണെങ്കിൽ b² - 4ac > 0 എന്നിട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എ പിയുടെ nth ടൈം ഈക്വൽ ആണെങ്കിൽ രണ്ട് എ പി നിരത്തി അങ്ങോട്ട് എഴുതിയതിന് ശേഷം an ഈക്വലാന്ന് പറയുക. എന്നിട്ട് രണ്ടിൻ്റെ an സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിലുള്ളത്. 37-38 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഈ നഷ്ടപ്പെട്ടൊരു സമയം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയം നഷ്ടമായെന്ന് പ്രതീക്ഷിക്കേണ്ട. കാര്യം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വഴി നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി ആക്കി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ പാർട്ട് 5 തീർച്ചയായിട്ടും കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും കഴിയുന്നതും ഈ പ്രാക്ടീസ് ടെസ്റ്റ് കിട്ടുന്ന ദിവസം തന്നെ ഈ സാധനം ചെയ്ത് നോക്കുക. അല്ലാതെ എല്ലാം കൂടെ കൂട്ടി വെക്കരുത്. പിന്നെ അതിനൊക്കെ എനിക്ക് തരാനുള്ളൊരു ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് കഴിയുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പ്രിൻ്ററുള്ളവർ ഈ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തെടുക്കുക ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യാൻ പറ്റുന്നത്? അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ കിട്ടുന്ന PDF നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പം PDF പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് ഫുള്ളങ്ങ് പ്രിൻ്റ് എടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വലിയ ജോലിയൊന്നുമില്ല. ഇത് ഫുള്ളും എത്ര പേപ്പറുണ്ട്? 7-8 പേപ്പറുണ്ട്. അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ എഴുതിയേക്കുന്നത്? ഡെയിലി മിഷൻ പാർട്ട് 4. അപ്പോൾ ഇത് ഓർഡറിൽ വെക്കുക, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഓരോ സെറ്റും സ്റ്റാപ്ലർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ എടുക്കാൻ ഈ ക്വസ്റ്റ്യൻസ് മാത്രം മതി റിവിഷൻ ചെയ്യാൻ എടുക്കാൻ. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് റിവിഷൻ ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ കൂടിപ്പോൾ 8-9 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്ത് വെച്ച് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ തെറ്റി അപ്പോൾ കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് അവിടെ ഇവിടെയും പേപ്പറിലും ബുക്കിലും ഒന്നും എഴുതി കളയാതെ ഈ തരുന്ന കാര്യങ്ങൾ ഒന്ന് സെറ്റായിട്ട് പാർട്ട് 1 ഒരു സെറ്റ്, പാർട്ട് 2 ഒരു സെറ്റായിട്ട് എടുത്തതിന് ശേഷം ഒരു ഫയലിൽ ഒരു 10-20 രൂപ കൊടുത്തൊരു ഫയൽ വാങ്ങിക്കുക. ഫയലിനകത്ത് ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു വൈറ്റ് പേപ്പറാണെന്ന് കൺസിഡർ ചെയ്യുക. വൈറ്റ് പേപ്പർ എടുത്തിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് എഴുതി വെക്കുക. പാർട്ട് 3, 4, ഇപ്പോൾ പാർട്ട് 4 വരെ ആയിട്ടുണ്ട് നമ്മളല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ടാലി മാർക്കൊക്കെ ഇടാൻ അറിയാവുന്ന ആൾക്കാരല്ലേ. ഒരു വൈറ്റ് പേപ്പർ ഈ ഫയലിൻ്റെ ഫ്രണ്ട് എടുത്ത് വെക്കുക. എന്നിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് ഇപ്പോൾ ഇനി നിങ്ങൾ പാർട്ട് 1 ഒരു പ്രാവശ്യം ഇന്ന് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ടാലി മാർക്ക് ഇടുക.
പാർട്ട് 2 റിവിഷൻ ചെയ്യുമ്പോൾ ഒരു ടാലി മാർക്ക്, പാർട്ട് 3 ഒരു മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ടൈം വീണ്ടും അടുത്ത കറങ്ങി വരണം. പാർട്ട് 1 റിവൈസ് ചെയ്യാൻ വരുമ്പോൾ 2-1. അപ്പം നിങ്ങൾക്ക് ഈ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ പാർട്ട് 1 2 പ്രാവശ്യം റിവിഷൻ ചെയ്തു, പാർട്ട് 2 ആണ് അടുത്ത റിവിഷൻ ചെയ്യാനുള്ളത്. അപ്പം റിവിഷൻ ചെയ്താണ് ഇങ്ങനെ. അപ്പോൾ അതും ചെയ്തു. നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പാർട്ട് 2 ആണ് ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്തേക്കുന്നത് 3 തവണ. അപ്പോൾ അടുത്ത് പാർട്ട് 1. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതൊരു നല്ലൊരു മെത്തേഡാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇപ്പോൾ കുറേ ചെയ്തുകൊണ്ട് ഇത് റിവിഷൻ ചെയ്തു, ഇത്രയും തവണ റിവിഷൻ ചെയ്തു, വളരെ എക്സ്പേർട്ടായി നിങ്ങളെല്ലാവരും, മാത്സിനൊക്കെ വളരെ എക്സ്പേർട്ടായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കേസ് എന്ന് വെച്ചാലും കുറേ ചെയ്തു, പക്ഷെ പാർട്ട് 3 മാത്രം 2 പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ തവണ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തരുന്ന ഈ ഡെയിലി മിഷൻസ് സൂക്ഷിച്ച് വെക്കുക. അത് നമുക്ക് ഫ്രണ്ട് ഷീറ്റിൽ ഒരു ഏറ്റവും ബേസായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 4 ആയിട്ട് അത് പിന്നീട് എത്ര പ്രാവശ്യം ചെയ്തു പഠിച്ചു എന്നുള്ള ടാലി മാർക്ക് എടുക്കുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ ടാലി മാർക്ക് കൊടുത്തേക്കാം. ഇത് ചാപ്റ്ററിൻ്റെ ബേസിലും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൈൻഡ് അപ്പ്.